ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കും അടിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്ത് അൺബോക്സിംഗ് വീഡിയോ എന്ന് വെച്ചാല് സ്കൂൾ ഷോപ്പിംഗ് അൺബോക്സിംഗ് വീഡിയോയും അല്ലാത്ത കുറച്ച് സാധനങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോയും കൂടിയാണ്. അപ്പൊ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. അപ്പൊ കുട്ടീസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ട് വാങ്ങിച്ച കുറച്ച് സ്കൂളിലേക്ക് വാങ്ങിച്ച കുറച്ച് ബാഗും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരെയും കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ് ഇഷ്മോളെ? വാട്ടർ ബോട്ടില്. ഇത് മിൽട്ടൻ്റെ ആണ് വാട്ടർ ബോട്ടില്. ഓക്കെ, ഇത് മിൽട്ടൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഇത് ഐഷുമോക്ക് വാങ്ങിച്ചതല്ലേ? ഇത് ഞങ്ങളിത് എവിടെ പോയപ്പോൾ ഇത് കോഴിക്കോട് നിന്നാണ് വാങ്ങിച്ചത്. ഇത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതല്ലേ ഐഷുമോളെ? ആമക്കുട്ടുവിൻ്റെ വാട്ടർ ബോട്ടിൽ കാണിച്ചേ. ഈ നല്ല പിങ്ക് വാട്ടർ ബോട്ടിലാണ്. ഓക്കെ ഓക്കെ, അതും മിൽട്ടൻ്റെ തന്നെ. ഐശ്വനേക്കാൾ ഇച്ചിരി ചെറുതാന്നേ ഉള്ളൂ. പക്ഷെ റേറ്റ് ഒക്കെ ഒന്നാണ്. ചെറുതാണെങ്കിൽ ആമിക്കുട്ടുവിന്റെ ബാഗാണ്. ബാഗാണ് കട്ടിയുള്ളയാടല്ലേ? അത് റോസന്റെ പടമുള്ള ബാഗാണ് അല്ലേ? ഒരു ബാഗാണ് കേട്ടോ. സെപ്പറേറ്റ് റോ വരുന്നുണ്ട് ഇതിനകത്ത്. സെപ്പറേറ്റ് റോ എത്രയോ റോ ഉണ്ട്. അടിപൊളി ബാഗാണ് കേട്ടോ, നല്ല ബാഗാണ്. ഓക്കെ, ആമിക്കുട്ടു ഇഷ്ടമായ? ആമിക്കുട്ടുക്ക് ഓക്കെ ഓക്കെ, ഒന്ന് ഇട്ട് കാണിച്ചു തരാം. നോക്കട്ടെ, ഒന്നിട്ട് ആമിക്കുട്ടൂന് ഒന്നിട്ട് കാണിക്കണമെന്നൊരാഗ്രഹം. ഇട്ട് നോക്കിയാണ് എടുത്തത്. ഇനി ആമിക്കുട്ടുവിന്റെ അതാണ് ആമിക്കുട്ടുവിന്റെ ബാഗ്. ആമിക്കുട്ടുവിന്റെ ബാഗ് ഒന്ന് തുറന്നൊക്കെ ഒന്ന് നോക്കിക്കേ, അതൊന്ന് തുറന്നൊക്കെ നോക്കാലോ. ഇവിടെ നമുക്ക് ബോക്സ് വേണമെന്നില്ല, അല്ല അത് ഉള്ളിലോട്ട് തന്നെ ഉണ്ട്. ആ ഡ്രോയുടെ ഉള്ളിലോട്ട് തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഡ്രോ സെപ്പറേറ്റഡാ. ഈ ഡ്രോ ഇത് വേറെ ഡ്രോ ആയിട്ട്. ഞാൻ ഒത്തി ഇത് ചെറുതായിരിക്കും എന്നേ ഞാനിത് കണ്ടപ്പോറത്തെ അത് അത്രേ ഉള്ളൂ ബോക്സ് വെക്കാനായിട്ടൊക്കെ. ആമിക്കുട്ടു എന്താ പറഞ്ഞ ഉമ്മച്ചി കേട്ടില്ല. എന്താ ആണല്ലേ? ആമിക്കുട്ടുവിന് ഇപ്പൊ വേറെ ആയിരുന്നു ഇഷ്ടപ്പെട്ട. ആമിക്കുട്ടുവിനൊരു പിങ്ക് കളർ. ഇപ്പോഴേ ബാർബിയും ഹലോ കിറ്റിയും അതുപോലെ ഡോറൊക്കെയാണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇനി ഐഷുമോളുടെ ബാഗ് നോക്കാം. ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗാണ് കേട്ടോ. എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ട് ബാഗായിരുന്നു. അതിന് 40% ഓഫർ ഈ ബാഗിനുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല ഓഫറായിട്ട്. അതിനൊരു കുഞ്ഞ് പൗച്ചുണ്ട്, അത് ആദ്യം ഒന്ന് കാണിച്ചത്. അത് ഈ കുട്ടികളെയൊക്കെ നല്ല ഒരു പൈസയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇടാന്നൊക്കെ പറ്റിയൊരു കുഞ്ഞു പൗച്ച്. പക്ഷെ പൈസയൊന്നും നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വിടാറില്ലല്ലോ. റബ്ബറൊക്കെ ഇതില് നമുക്ക് ബോക്സസ് ഒക്കെ വെക്കാം. അങ്ങനെ ഒരു കുഞ്ഞോറ. ഓക്കെ, ഇതിന്റെ അകത്ത് വെള്ളം കയറില്ല. അതങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ടാഗ് പൊട്ടിച്ചാൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അത് കുഴപ്പമില്ല. നെക്സ്റ്റ് ഓറ തുറന്നു നോക്കും. അതെ, അകത്തൊരു പിങ്ക്. അല്ല പിങ്ക് സ്കിൻ. അല്ല ഒരു പിങ്ക് ആണ്. അല്ല സ്കിൻ ടൈപ്പ്. വേറെ ഓറയുണ്ട് ഇവിടെ. ഓറയുണ്ട്. അതൊക്കെ എല്ലാം മിക്ക ബാഗിലും ഉണ്ട്. അമ്മയുടെ ബാഗിലില്ല. അമ്മയുടെ കുഞ്ഞു ബാഗല്ലേ. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്തുണ്ട്. അപ്പൊ ഐഷുവിന്റെ ബാഗ്
ഐശുവിൻ്റെ ബാഗ് അങ്ങനെ അടിപൊളി ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാഗായിരുന്നു ഇത്. നല്ലൊരു ബാഗാണ്, ക്യൂട്ട് ആൻഡ് സിമ്പിളാണ്. അടുത്ത എന്താണ്? നെയിം സ്ലിപ്പാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റിക്ക്. ഈ ബാഗൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ആ ഷോപ്പുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്റ്റിക്കേഴ്സാണ്. അടുത്തത് ആമിക്കുട്ടിയുടെ പൗച്ചാണ്. സത്യം പറഞ്ഞാല് ഞാനും ആമിക്കുട്ടും കൂടി ഈ പൗച്ചിന് അവിടെ കിടന്ന് ആമിക്കുട്ടൂന് വേറെ ഇഷ്ടപ്പെട്ട, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാനും ആമിക്കുട്ടും കൂടി ഇത് മതി എന്നും പറഞ്ഞ് ഇതിന് 165 രൂപയുള്ളൂ. ഇത് നല്ല പൗച്ചാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു. പോപ്പിറ്റാണ്. നല്ല അകമൊക്കെ നല്ല സ്മൂത്തിയാണ്. അതെ, പോത്തില്ല. ഞങ്ങൾ അപ്പം ഇത്തവണ ബോക്സ് ഐറ്റംസ് വാങ്ങിച്ചില്ല, പൗച്ചാണ്. ഇടാൻ പറ്റിയത് ബോക്സിൽ കിച്ചൺ ഇടാൻ പറ്റില്ല, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. യൂണിക്കോണിൻ്റെ ഒക്കെ ഒരു കണ്ട യൂണിക്കോൺ ഉണ്ട്. അങ്ങനെ യൂണിക്കോണും പിന്നെ ഇതെന്ത് ഡൈനോസറിന്റെ ഒരു വായല്. പെപ്പാപ്പെഗിലെ ഡൈനോസറിനെ ഇഷ്ടപ്പെട്ടായിരുന്നോ ഇത്? ഓക്കെ, അതൊന്ന്. ഇതാണ് ഐശുക്കുട്ടിയുടെ പൗച്ച്. അപ്പൊ അടുത്തത് ഐശുവിന്റെ ആണ്. ഐശുവിന്റെ എന്തുവാണ്? ബാർബി ആണല്ലേ. ഞാൻ ഉദ്ദേശിച്ച ഒരു പൗച്ച് കിട്ടിയില്ല. ഞാൻ ബാഗിന് പറ്റിയ ഒരു കളർ നോക്കി, അവിടെ ഈ ഒരു കളർ അതിന് മാച്ച് ആണ്. അത് സത്യമാണ്. ആയിഷ കുറേ നോക്കി ആ ബാഗിന് ചേർന്ന ആ ഒരു ഷെയ്ഡ് പൗച്ച്, പക്ഷെ അത് കിട്ടിയില്ല. സാരമില്ല, നമ്മളെ അടുത്ത ഷോപ്പിങ്ങിന് നമുക്ക് കിട്ടുകയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളി ഞാൻ കാണിച്ചു തരാം. അതൊക്കെ എടുത്ത് കളഞ്ഞേക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്ന് ആമിയുടെയാണ് ഇച്ചിരി കൂടെ റേറ്റ്. ഇതിന് എനിക്കൊന്ന് 100 എത്രയാണ്ട് 125 രൂപ. ആമിയുടെ നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ പറയുമ്പോ ആമി പറഞ്ഞ സത്യം. എന്താ പറഞ്ഞ ആമിക്കുട്ടു? എന്താന്ന് ഉമ്മിക്ക് ഇഷ്ടായത് ആമിക്കുട്ടുവിനെ. സത്യമാണ്, എനിക്ക് ആമിക്കുട്ടുവിനെ ഇഷ്ടമായത്. ബാഗ് ഐശുവിന്റെ ഇഷ്ടപ്പെട്ടു, ആമിയുടെ ഇഷ്ടപ്പെട്ടു. അടുത്തത് അത് വായിന്ന് മാറ്റിക്കേ ഇങ്ങോട്ട്. അതിങ്ങ എടുത്തേ, അതും കൂടി ഇങ്ങ എടുത്തേ, സ്പോഞ്ചും കൂടി ഇങ്ങ എടുത്തല്ലേ ആമി അത് വായി ഇങ്ങോട്ട്. അഴുക്കാതൊക്കെ വായി വെക്കരുത്. ഓക്കെ, അങ്ങനെ അടുത്ത എന്താണ്? ഇത്തവണ ഞങ്ങള് സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണ് എടുത്തത്. എപ്പോഴും കാസ്ട്രോൾ ടൈപ്പ് ഒക്കെയാണ് എടുക്കുന്നത്. ഇത്തവണ അങ്ങനെ എടുത്തില്ല, സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണ് എടുത്തത്. ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ആമിയുടെ ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ, സിമ്പിളാണ്. വെറുതെ തൊട്ട് കഴിഞ്ഞാൽ തുറക്കാൻ പോണേ. തുറക്കുമ്പോ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ ജോയിന്റ് ആയിട്ട് കിട്ടിയതാണ്. അതിന്റെ കൂടെ തന്നെ അതിന് കറി വെക്കുന്ന ഒരു പാത്രം. ഓക്കെ, അടുത്ത് ആമിക്കുട്ടുവിന് ആ മോഡൽ തന്നെ ചെറുതാണ് കേട്ടോ. ഓക്കെ ഐശു, ഇനി അടുത്ത എന്താണ്? ഐശുവിന്റെ സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ്. പതിയെ ഐശു മോളെ സാവധാനം. ഓക്കെ, അതാ ബുക്കൊക്കെ പൊതിയുന്ന അതൊക്കെ അങ്ങോട്ട് മാറ്റി തരും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല, ബുക്കൊക്കെ പൊതിയാൻ വേണ്ടി വാങ്ങിച്ചതാണ്. കാണിച്ചി അൺബോക്സ് ചെയ്ത് ആമക്കുട്ടോ അടുത്ത്. അതെന്തോ അത് സംഭവം? അതെന്തോ ക്രയോൺ അല്ല, ഓയിൽ പേസ്റ്റ് ആണത്. കൊണ്ടുവന്നേ. ഇത് ഓയിൽ പേസ്റ്റ് ആണ്. ഇത് സത്യത്തിൽ എനിക്കും വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. എടുക്കണം അമ്മേ? വേണ്ട, അത് ഓപ്പൺ ചെയ്യണ.
ചെയ്തേക്കാം. ആ നോക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് തരും. ഐഷ ആമിമോൾ ആ സിസറിങ് എടുക്കും. ഓക്കെ പതിയെ പതിയെ പതിയെ. ആ ആമിമോൾ ഓപ്പൺ ചെയ്യും. ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്ത ഓക്കെ. എല്ലാ കളറും ഉണ്ട്. ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ. എല്ലാ കളറും ഉണ്ട്. മെയിനായിട്ട് എനിക്ക് വേണ്ടത് വൈറ്റ് ആയിരുന്നു. വൈറ്റ് ഉണ്ട്. ഓക്കെ നെക്സ്റ്റ് കളർ പേപ്പറാണ്. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കളർ പേപ്പറാണ് ലേശു. ഓക്കെ നെക്സ്റ്റ് കുറെ പേനകൾ. ഇത് അത്യാവശ്യമാണ്. ഞങ്ങൾ ഇത്തവണ 5ാം ക്ലാസ്സിലാണ്. അപ്പൊ പേന നിർബന്ധമാണ്. ആ പേന ഒന്ന് കാണിച്ചേ. ഈ പേനക്ക് ഇതിങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ 3 രൂപയൊക്കെ ഉള്ളൂ ഈ ഒരെണ്ണത്തിന് വില കിട്ടുന്നത്. നല്ല പേനയാട്ടാ. നല്ല ഉമ്മയ്ക്ക് വാങ്ങിച്ച സ്കെച്ച്. എനിക്ക് വാങ്ങിച്ച സ്കെച്ചാ ഇത്. ആമിക്കുട്ടൂന് വാങ്ങിച്ച. എനിക്കെന്തിനു സ്കെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനും വരയ്ക്കും കേട്ടോ. അതാണ് അവളങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇത് ആമിക്കുട്ടൂന് വാങ്ങിച്ച സ്കെച്ചാണ്. നല്ല സ്കെച്ചാണ്. അത് ഗിഫ്റ്റിന്റെ പേനയാണ് ഇത്. അതെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ട. ഓപ്പൺ ചെയ്യേണ്ട. ഒരു എത്ര കളറുണ്ട്? 1 2 3 4 5 6 7 8 9 10 കളറുണ്ട്. നല്ല വെറൈറ്റി കളേഴ്സാണ്. വെറൈറ്റി കളേഴ്സിന്റെ ഗിഫ്റ്റിന്റെ പേനയാണ് ഇത്. ഇവിടെ അത്യാവശ്യമാണ് ഇത്. പെട്ടെന്ന് ഐഷുമോളെല്ലാം വരച്ച് തീർക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സെല്ലോ ഗ്രിപ്പറിന്റെ പേനയാണ്. ഐഷുമോടെ കൈയക്ഷരത്തിന് എനിക്കിഷ്ടം സെല്ലോ ഗ്രിപ്പറാണ്. സെല്ലോ ഗ്രിപ്പറിന്റെ പേനയാണ് വാങ്ങിച്ചത്. ആമിക്കുട്ടൂന് പെൻസിൽ ഇഷ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ അല്ല രണ്ടും ഓക്കെ. ഗമ്മാണ്. അത് സ്കൂളില് ഓപ്പൺ ചെയ്യല്ലേ. അപ്പം എല്ലാം ഇവര് കേരള സിലബസ് ആയതുകൊണ്ട് സ്കെയില് അതൊക്കെ ഞാൻ കുറേ അങ്ങ് വാങ്ങിച്ചു. നോട്ട് ബുക്സ് ഒന്നും അങ്ങനെ സെപ്പറേറ്റഡ് എടുക്കണ്ട. കുറച്ച് നോട്ട് ബുക്സ് സെല്ലോ ടേപ്പ് സ്കൂളൊക്കെ ആവശ്യത്തിന് വേണ്ടി സെല്ലോ ടേപ്പ്. എല്ലാരും പെട്ടെന്ന് ഇത് ആമിക്കുട്ടൂന്റെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടാണ് 2-3 ക്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. കാര്യം ആമിക്കുട്ടു കൊണ്ടുപോയി ഓരോന്നോരോന്ന് കളയും. അതുകൊണ്ടാണ് 2-3 വാങ്ങിച്ചത്. മാർക്കർ അതെനിക്ക് വേണ്ടി വാങ്ങിച്ചു. ചാർട്ട് പേപ്പറൊക്കെ വേണ്ടി വരയ്ക്കാനായിട്ടൊരു മാർക്കർ, ബ്ലാക്ക് മാർക്കർ. ഓക്കെ നെക്സ്റ്റ് എന്തുവാ? ബിഗ് സ്കെയിലാണ് ഇത്. അത് ചാർട്ട് പേപ്പർ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിലൊന്നും വാങ്ങിച്ചത് സ്റ്റീലിന്റെ സ്കെയിലല്ലേ ഒന്ന് വാങ്ങിച്ചു. സ്റ്റീലിന്റെ തന്നെ സ്കെയിലാണ്. ഓക്കെ നെക്സ്റ്റ് കാണിച്ചു. കട്ടർ, റബ്ബർ അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കാണിച്ചില്ലേലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഒക്കെ എടുക്കുക. ഇത് കുറേ ബുക്സ് ആണ് കേട്ടോ. ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് ഒക്കെയാണ് കേട്ടോ. ഇതങ്ങോട്ട് മാറ്റിക്കോ. ഞങ്ങള് വാപ്പിക്ക് മേടിച്ച ചെരുപ്പാണ്. സ്ലിപ്പറാണ്. ഇത് എനിക്ക് വീക്കട്ടോ. ഇത് എനിക്ക് ഇതുപോലെ ഒരു വൈറ്റ് ചെരുപ്പുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ വൈറ്റ് ചെരുപ്പ് എന്ത് ചെയ്യേ? ആയിഷുമോളെ ആമിമോളെ അതൊന്നും എടുത്തേടാ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പം ഞാൻ ഓർത്തു ഇക്കും അതുപോലെ വേണമെന്ന് ഓർത്ത് എനിക്ക് ഇങ്ങനത്തെ മോഡല് ചെരുപ്പ്. ഇത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന്
ഇക്കൊക്കെ വാങ്ങിച്ചതാണേ. അപ്പം അതും കൂടെയാണ്. അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചത് അങ്ങോട്ട് വെച്ച് തരും മോളെ. അതും കൂടെ അങ്ങോട്ട് വെച്ച് തരും. ഓക്കെ, നെക്സ്റ്റ് കാണിക്കാം. ആമി അവിടെ ഇരുന്നേ മോനെ. അപ്പം അടുത്ത എന്തുവാണ്? അടുത്തതാണ് ഐഷു ഒരു സർപ്രൈസ് കൊടുത്തത്. കാര്യം ഞങ്ങളുടെ ഐഷുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വഫാക്ക് ഇതേപോലെ ചെരുപ്പുണ്ട്. അതിന് ചെരുപ്പ് ചെന്നിട്ട് വഫയുടെ മുഖം കണ്ട വഫാക്ക് ഭയങ്കര സർപ്രൈസ് ആയ വഫാക്ക്. ഇത് അവിടെ തെരഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു എൻഡിലെത്തിയപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. അപ്പൊ തന്നെ എനിക്കിത് കറക്റ്റ് 4 ആണ് സൈസ്. ഓക്കെ, അതൊന്നും ഇങ്ങനെ അടിച്ചതേ. ഇതാണ്, ഇത് തന്നെ വഫാക്കും ഉണ്ട് കേട്ടാ. അങ്ങനെ അവള് കൂടുതലും വഫാടെ പോലത്തെ ഒക്കെ എടുക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആമിക്കത് ആമിക്ക് സ്കൂൾ ഷൂ ആണ്. ആമിയുടെ സ്കൂൾ ഷൂ കാണിച്ചു, നല്ല ഷൂ ആണ് കേട്ടോ. അപ്പൊ ഈ ആമിക്കുട്ടുവിനും അത് വേണോന്ന് പറഞ്ഞു ഞങ്ങളെ. ആമിക്കുട്ടുവാണ് ഇത് തുറക്കാം. വഫ അങ്ങനെ സർപ്രൈസ്ഡ് ആയിപ്പോയല്ലേ. അല്ല വേണ്ട, അത് സിസ്റ്ററൊന്നും വേണ്ട, അത് ഓണം ചെയ്യാൻ മതി. ആ അവിടെ കയ്യിൽ അത് കൊടുത്താല് ഇട്ട് കാണിക്കണ്ട. ഇട്ട് നമ്മള് വാങ്ങിച്ചല്ലേ, നോക്കാം. ഒന്നിട്ട് കേട്ടോ, ഒന്നിട്ട് കാണിച്ചോട്ടാ. ഓക്കെ, അവളിട്ട് കാണിച്ചോട്ടാ. അടിപൊളി. ഇതാണ് ആമിയുടെ സ്കൂൾ ഷൂ. ആമിക്ക് എളുപ്പം ഇടാൻ പറ്റുന്ന മോഡലാണ്. അതുകൊണ്ട് ഒരു ഡാൻസും തുടങ്ങിയേട്ടാ. അപ്പൊ നെക്സ്റ്റ് എടുത്തോ. അപ്പൊ നെക്സ്റ്റ് എന്തോ ഐഷുമോളെ? ഓക്കെ, ലഞ്ച് ടർക്കിയാണ്. ഓക്കെ, രണ്ട് പേർക്കും ഞാൻ 2 എണ്ണമാണ്. കാര്യം ഇവിടെ ലഞ്ച് ടർക്കി ഇരിപ്പുണ്ടായിരുന്നു, അതാണ്. അതെ അതെ, ഓക്കെ ഓക്കെ. അതൊരു ടർക്കിയാണ്. അത് ആ ടർക്കിങ് ഓക്കെ ഓക്കെ. ഇത് 2 ടർക്കിയാണ്, നല്ല സോഫ്റ്റഡ് ആണ്. അതാണ്, അത് 2 എണ്ണം വാങ്ങിച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്തുവാ? അതെന്തുവാ അത്? യൂണിഫോം. ഓക്കെ ഓക്കെ ഐഷുമോളെ. അപ്പൊ നെക്സ്റ്റ് കാണിക്കുക. എന്തുവാ? ഇത് ഐഷുമോക്ക് ഒരു ചെരുപ്പാണ്. അത് കുഴപ്പമില്ല, ഓരോന്ന് കാണിച്ചാലും മതി. ഓക്കെ ഓക്കെ. ഇത് ഐഷുമോക്ക് ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ച ഐഷുമോളെ? മൈസൂരിൽ നിന്നല്ലേ. ഒരു ഫാൻസി ചെരുപ്പാണ്. ഇത് പക്ഷേ വാപ്പിയും മോളും കൂടെ പോയി വാങ്ങിച്ച ചെറിയ രീതിയിലൊരു ചെറുതാണ് അല്ലേ ഐഷുമോളെ? ഇത് ഐഷുമോള് ആഗ്രഹിച്ചെടുത്ത ചെരുപ്പാണ്. പക്ഷെ അന്ന് അത് ഇട്ട് നോക്കിയതല്ലായിരുന്നു ഐഷു. പിന്നെ പെട്ടെന്ന് കാല് വലുതായല്ലേ. ഓക്കെ, അടുത്ത എന്തുവാ? അടുത്തത് ഉമ്മയുടെ. അതെ, എനിക്ക് 2 ഷൂ വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ വെച്ച ശേഷം നമ്മളെ കാണിക്കട്ടെ. ഇത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ച 2 ഷൂ ആണ്. ഉള്ളിൽ കളർ. ഇത് സിമ്പിൾ ഷൂ ആണ് കേട്ടോ. പുറത്തോട്ടൊക്കെ. ഓക്കെ. ഇതും ഇക്കാക്ക് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വാങ്ങിച്ച നല്ല ഷൂ ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്ത ഷൂ ആണ് കേട്ടാ. കോഴിക്കോട് നിന്ന് വാങ്ങിച്ചാണേ. ഓക്കെ, നെക്സ്റ്റ്. ആമിക്കുട്ടൂസിന് വാങ്ങിച്ച ഷൂ ആണ്. ഞങ്ങൾ ഇത് വലിയ പെരുന്നാളിന് വേണ്ടി വാങ്ങിച്ച ഷൂ ആണ്. കണ്ട, അടിപൊളി ഷൂ ആണ് കേട്ടോ. അത് തന്നെ എനിക്ക് ഈ ഷൂസും ഇപ്പം കോഴിക്കോട് നിന്ന് വാങ്ങിച്ചൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾക്ക് കിട്ടിയതാണേ. ഇത് ഐഷുവിന് അതേ സെയിം പാറ്റേൺ ഷൂ ആണ്. ഇത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതേ.
ഇത് ആമിക്കുട്ടു അത് തന്നെ. ഇത് ഈ സ്ലിപ്പർ ആമിക്കുട്ടു ഇടാത്ത എന്താ? ഇനി ഈ സ്ലിപ്പർ ഇട്ടോ കേട്ടാ. ഈ സ്ലിപ്പർ എടുത്ത് വെളിയിലിട്ടോ. ആമക്കുട്ടുവിന് വാങ്ങിച്ച സ്ലിപ്പറാണ് കേട്ടോ. ഇത് ഞങ്ങള് മൈസൂരിൽ നിന്ന് വാങ്ങിച്ച സ്ലിപ്പറാ. ചെറുതായി. ഒരാഴ്ച കൊണ്ട് ചെറുതായി. ഇല്ലിത വാങ്ങിച്ചപ്പോഴേ ചെറുതായിരുന്നു. സാരയില്ല, കുത്തിക്കയറ്റി ഇട്ടാ മതി. സാരയില്ല. അതെന്തെടുത്തിടാൻ, അത് ഇട്ടിട്ട് വരുമ്പോ ശരിയായിക്കോളൂ, അയഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. അടുത്ത വീഡിയോക്ക് പിന്നീട് കാണാം. അപ്പൊ ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് പോകണേ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.